പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ സാങ്കേതിക വിദ്യ വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ സർവീസിംഗ് ട്രെയിനിങ് കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം എവർ കൊണ്ടായിത്തോടിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്നത്. ഇവിടെ 6 മാസത്തെയും 9 മാസത്തെയും 1 വർഷത്തെയും ഒക്കെ കോഴ്സുകൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ മെയിൻ്റനൻസിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അതിൻ്റെ ചില റിസർച്ച് സൈഡ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ലിഥിയം ബാറ്ററി സർവീസിങ് അതിലുള്ള കോഴ്സുകളും നടത്തി വരുന്നു. ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത കാലത്തിലേക്കാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 200 വർഷത്തോളമായി ഫസ്റ്റ് ഇലക്ട്രിക് കാർ ഇറങ്ങിയിട്ട്. പക്ഷെ അതിനുശേഷം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലോകത്ത് പല ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി അത് വളരെയധികം ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ റോഡ് ഗതാഗതത്തിൽ 2 വീലറും 3 വീലറും 4 വീലറും ഒക്കെ ധാരാളം കണ്ടു തുടങ്ങി. റോഡ് വേസിൽ ബസ്സുകളും ഹെവി ട്രക്കുകളും ഒക്കെ ആയി തുടങ്ങി. വാട്ടർ വേസിൽ BMW പോലെയുള്ള കമ്പനികൾ പോലും യാച്ച്, നൗക ഒക്കെ വെഹിക്കിൾ തുടങ്ങി. ധാരാളം വെസൽസ് അല്ലെങ്കിൽ ഷിപ്പ് ഒക്കെ ബാറ്ററി ഓപ്പറേറ്റഡ് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതേപോലെ റെയിൽവേസിൽ ബാറ്ററി ഓപ്പറേറ്റഡ് ട്രെയിനുകൾ, സാധാരണ ഇലക്ട്രിക് ട്രെയിൻ കൂടാതെയുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ട്രെയിനുകൾ, ബാറ്ററി ഓപ്പറേറ്റഡ് ട്രാമുകൾ ഒക്കെ ആയിക്കഴിഞ്ഞു. അതേപോലെ എയർവേസിൽ ബാറ്ററി ഓപ്പറേറ്റഡ് എയർപ്ലെയിൻ, ഈ ടാക്സികളായിട്ട് ഉപയോഗിക്കുന്ന ഈ വിച്ചോൾ എന്ന് പറയുന്ന വാഹനങ്ങൾ ഒക്കെ ആയിക്കഴിഞ്ഞതിൻ്റെ കാലഘട്ടമാണ്. ഇനിയും ധാരാളം വെഹിക്കിൾസ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ നിലവിൽ കോഴ്സുകളെന്ന് പറയാൻ അധിക കോഴ്സുകളൊന്നുമില്ല. M.Tech ലെവലിൽ EVക്ക് കോഴ്സുകൾ ഉണ്ടെങ്കിലും B.Tech ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡിപ്ലോമയ്ക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ITIകളിൽ സിലബസ് വന്നിട്ടുണ്ടെങ്കിലും കോഴ്സുകൾ എവിടെയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരം കോഴ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൽ കൂടുതലും പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് അത്യാവശ്യം വേണ്ട തിയറികൾ മാത്രം നൽകിക്കൊണ്ട് കൊടുക്കുന്ന കോഴ്സുകളാണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. എവറിൽ നമ്മൾ പുതിയൊരു സ്ഥാപനം കോഴ്സുകൾ തുടങ്ങിയിട്ട് 3 മാസം ആയി. കുട്ടികൾ അടിസ്ഥാന കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വരുന്നു. ആ വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ നിലവിൽ സ്കിൽ ട്രെയിനിങ്ങിനൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഇവിടെ നടത്തിയപ്പോൾ ഇവിടുത്തെ എവറുള്ള സ്റ്റുഡൻസ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് കൂടാതെ നമ്മൾ മറ്റ് മേഖലകളിലേക്ക്, ഗവൺമെൻറ് ഔദ്യോഗിക മേഖലകളിലേക്കൊക്കെ ട്രെയിനിങ്ങിന് നമ്മൾ ഒരുങ്ങി ഇരിക്കുന്ന ഒരു സമയമാണ്. നമ്മളോടൊപ്പം വിവിധ കമ്പനികളും ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തും ഹൈബ്രിഡ് രംഗത്തുമുള്ള കമ്പനികൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ വരുന്നുണ്ട്. പഠന കാര്യത്തിൽ സാങ്കേതികവിദ്യ പഠിച്ചു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാഹനങ്ങളിലേക്ക് ധാരാളം സർവീസ് സൗകര്യങ്ങളുടെ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ വിവിധ എംബസികളുടെ ക്ലിയറൻസ് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അവർക്ക് എംബസി അറ്റസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വളരെയധികം സൗകര്യമാണ് ഈ കോഴ്സ് കഴിയുമ്പോൾ ലഭിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതിൽ 2 വീലർ 3 വീലർ 4 വീലർ വരെയുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ റോഡ് വേസിലും റെയിൽവേസിലും എയർവേസിലും വാട്ടർ വേസിലേക്കൊക്കെ ഈ ടെക്നോളജികൾ ഉപയോഗിച്ച് അവർക്ക് പിന്നീട് അവരുടെ ജൈത്രയാത്ര തുടരാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാം കടക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ്സുകൾ, ഷോറൂം ബിസിനസ്സുകൾ, EVയുടെ ഷോറൂം ബിസിനസ്സുകളിലൊക്കെ മുദ്ര പതിപ്പിക്കാൻ ഇതിൻ്റെ സാങ്കേതികവിദ്യ കൈവരിക്കുന്നവർക്ക് സാധിക്കും എന്നത് ഈ കാലഘട്ടത്തിൽ ഉറപ്പാണ്.
അതുകൊണ്ട് ഈ കോഴ്സുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഈ കോഴ്സിൻ്റെ അകത്ത് ചെയ്യുന്ന രീതികൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ അടിസ്ഥാന ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ, അടിസ്ഥാന ഓട്ടോമൊബൈൽ കാര്യങ്ങൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് EV ടെക്നോളജിയുടെ അടിസ്ഥാനവും പിന്നീട് 2 വീലറിന് 3 വീലർ 4 വീലർ എന്നിവയുടെ പ്രാക്ടിക്കൽ സഹിതമുള്ള കാര്യങ്ങൾ കൊടുക്കുകയും മറ്റു വാഹനങ്ങളിലേക്കും ചാർജിങ് സംവിധാനങ്ങളിലേക്കൊക്കെ ഉള്ളത് ഒരു സെമിനാർ സംവിധാനം ഒരുക്കിക്കൊണ്ടും ഇൻഡസ്ട്രി വിസിറ്റ് നടത്തിക്കൊണ്ടുമൊക്കെയാണ് അതിൻ്റെ സിലബസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകും. ഇവിടെ എവറിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളുണ്ട്. 40 വർഷത്തിലധികം ഗവൺമെൻറ് സർവീസുകളും മറ്റ് പ്രൈവറ്റ് സർവീസുകളും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, കൂടെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പറും പിന്നെ കൂടാതെ റിസർച്ച് കോർഡിനേറ്ററൊക്കെയുള്ള ആളുകൾ അതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നു. ഫാക്കൽറ്റികളിൽ ഒരാൾ 20 വർഷത്തിൽ കൂടുതൽ ടെക്നിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഇതേപോലെ തന്നെ ഓട്ടോമൊബൈൽ മേഖലയിലും ബാറ്ററി മേഖലകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ധാരാളം ആളുകൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ഫാക്കൽറ്റികളിൽ ഓൺ ബോർഡ് ആയിട്ട് വരുന്ന ചിപ്പ് ലെവൽ സർവീസിങ്ങിന് വരെ എബിലിറ്റി ഉള്ള സ്റ്റാഫ് നമ്മളോടൊപ്പം ഉണ്ട്. അവർ ചാർജറുകളുടെയും കൺട്രോളറുടെയും ഒക്കെ ഇൻഡെപ്ത് സർവീസിങ് പോലും ചെയ്യുക എന്നുള്ള സാഹചര്യം കൂടിയുള്ള ആളുകളുണ്ട്. അതുപോലെ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ പോളിടെക്കുകളിലും മറ്റും ക്ലാസ്സുകളെടുത്ത് യൂണിവേഴ്സിറ്റികൾ, അതേപോലെ കേരളത്തിന് പുറത്ത് സയൻസ് സെൻ്ററുകളിൽ വർക്ക് ചെയ്ത ആളുകൾ, വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ട്രെയിനിങ് ലഭിച്ച ആളുകൾ ഒക്കെ ഇവിടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. എവറിൽ സാങ്കേതിക വിദ്യാഭ്യാസം പല മേഖലകളിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അതായത് ITI, KGC, ഡിപ്ലോമ, VHSC ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ആവശ്യാനുസരണം ലാറ്ററൽ എൻട്രി സൗകര്യം വിവിധ ഘട്ടങ്ങളിലേക്ക് കൊടുക്കുന്നതാണ്. അവർ പഠിച്ച മേഖലകൾ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കോഴ്സുകളിലേക്ക്, ബാക്കിയുള്ള സിലബസിലേക്കാണ് അത് കൊടുക്കുന്നത്. ദൂരെ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം സ്ഥാപനം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നിലവിൽ എവറിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടാതെ മറ്റു ജില്ലയിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ 2 വീലർ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നതും എല്ലാം കൺട്രോളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ഈ MCU യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ MCU യൂണിറ്റ് തന്നെയാണ് നമ്മളുടെ റീജനറേഷൻ, ബാറ്ററിയിലേക്ക് രണ്ടാമത് ചാർജ് നൽകി അത് റീചാർജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം കൂടി ഈ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രമുകളും ഇതെങ്ങനെയാണ് ഇതിനെ സർവീസ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ചെക്കിങ് രീതികളെ പറ്റിയിട്ട്. ഇത് നമ്മൾ 2 വീലർ ഇലക്ട്രിക് വെഹിക്കിള് ഓല കമ്പനിയുടെ ചാർജറാണ്. ഇത് നമ്മൾ ബാറ്ററി, ഇതിനകത്തുള്ള ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ശരിക്കും ഒരു SMPS ആണ്, ഒരു 50 വോൾട്ട് SMPS ആണ് അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിൽ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് പഠിപ്പിക്കുക ചെയ്യുന്നത്. അതിൻ്റെ വോൾട്ടേജുകൾ മെഷർ ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഫോൾട്ടുകൾ വരിക പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ വരുന്നത് AC 230 വോൾട്ട് നമ്മളോട് സപ്ലൈ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഈ ടെർമിനൽ, ഇവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. ഈ 2 ടെർമിനലിൽ മേലെ നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ SM ട്രാൻസ്ഫോമർ, സ്വിച്ച് മോഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയും. ഡിജിറ്റൽ കൺട്രോൾ മൊഡ്യൂളാണിത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫിൽറ്റർ, കപ്പാസിറ്റർ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. ഇതിൽ ഓരോ കോമ്പണൻസ് എടുത്ത് നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിപ്പിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഓരോ വോൾട്ടേജ് മെഷർമെൻറ്റ്, ഇതിനകത്തുള്ള ഓരോ വോൾട്ടേജ് മെഷർമെൻറ്റുകൾ, അതേമാതിരി ഇതിൻ്റെ പവർ മോസ്ഫെറ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് ഓരോ സർക്യൂട്ട് വെച്ച് പഠിപ്പിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു കമ്പനിയുടെ മാത്രമാണ്. ഇത് നമ്മുടെ
BLDC മോട്ടർ, അതായത് പുതിയതല്ല, പഴയ ടെക്നോളജിയാണ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ വണ്ടികളിലൊക്കെ ചെറിയ 2 വീലേഴ്സ് ഇതിലൊക്കെ ചെയ്യുന്നത് നമ്മൾ BLDC മോട്ടറാണ്. BLDC മോട്ടർ നമ്മൾ ബ്രഷ്ലെസ് DC മോട്ടർ. സാധാരണ മോട്ടറുകൾക്ക് നമുക്ക് DC മോട്ടറിന് ബ്രഷ് കൊടുത്ത് കണ്ടാണ് ചെയ്യുക. അപ്പോൾ ആ ബ്രഷിനകത്തുള്ള സ്പാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, പിന്നെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BLDC മോട്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ BLDC മോട്ടറിൻ്റെ അടിസ്ഥാന തത്വം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിയത്. നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 2 മാഗ്നറ്റുകളാണ് ഈ 2 ഭാഗത്ത് കാണുന്നത്. പിന്നെ ഇവിടെ 3 കോയിലുകൾ കാണാം അതിൻ്റെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു. പിന്നെ അതിനകത്ത് ഹോൾ സെൻസർ എന്ന് പറയുന്നത്, ഈ സെൻസർ ഇവിടെ കാണാം, അതിനെ പോലെ ഹോൾ സെൻസർ. പിന്നെ അതിൻ്റെ ഓരോന്നിനെ ഡ്രൈവ് ചെയ്യാനുള്ള മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളത്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടോ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻസറാണ്. ഈ സെൻസറിൻ്റെ പൊസിഷൻ മാറ്റുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് വ്യത്യാസം, സ്പീഡ് എന്നല്ല, ഇതിൻ്റെ കറക്റ്റ് ഫേസിലായിരിക്കണം. 3 ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്? ഇത് BLDC മോട്ടറിൻ്റെ തന്നെ വേറൊരു വർക്കിംഗ് ആണ്. വർക്കിംഗ് പറഞ്ഞാൽ അതിനകത്തുള്ള ഈ ബേസിക് പ്രിൻസിപ്പിൾ എന്താണോ അത് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമ്മൾ 2 രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് പറഞ്ഞാൽ ഈ പുറമേ കാണുന്ന സാധനങ്ങളെല്ലാം മാഗ്നറ്റുകൾ, അതിന് മേലെ കാണാം മാഗ്നറ്റുകൾ. പിന്നെ ഇതിൻ്റെ കോയിലാണ്. ഈ 2 കാര്യങ്ങളായി മോട്ടറിനകത്ത് കാര്യമായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് 2 രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റ് കറങ്ങുന്നത് വെച്ചാൽ ഔട്ടർ കറങ്ങുന്നതുണ്ട്. അപ്പോൾ അത് ഔട്ടർ കറങ്ങുന്ന രീതിയിലുണ്ട്. പിന്നെ ഇത് ഇന്നറുള്ള കോറും അതിൻ്റെ മേലെ കോയിലുള്ളത്. ഈ കോയിൽ കറങ്ങുന്നത് 2 രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മാഗ്നറ്റ് കറങ്ങിയാലും ഇതാ കണ്ടോ നമുക്ക് പവർ കിട്ടുന്നുണ്ട്. മാഗ്നറ്റ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിനെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വോൾട്ടേജ് ഉണ്ടാവുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയില്ല. പിന്നെ അടുത്തായിട്ട് മാഗ്നറ്റ് നമ്മൾ സ്റ്റേഷനറി വെച്ചിട്ട് ഇതിൻ്റെ കോയിൽ കറക്കിയാലും 2 രീതിയിൽ നമുക്ക് ഇതിനകത്ത് കറണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറേറ്ററായിട്ടും നമുക്ക് മോട്ടറായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന എന്നൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് പല കാറ്റഗറി ഓഫ് സെല്ലുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ചില ബാറ്ററികൾ മാത്രമേ വാഹനങ്ങളിൽ യൂസ് ചെയ്ത് വരുന്നുള്ളൂ, EV വാഹനങ്ങളിൽ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷേ അതിന് മുമ്പേ ഈ ബാറ്ററിയിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തൽഫലമായിട്ടാണ് നമുക്ക് ഈ ലിഥിയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററി എങ്ങനെയാണ് അത്രയും ഹൈ വോൾട്ടേജിലേക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 72 വോൾട്ട് വരെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വോൾട്ടേജ് മെഷർമെൻറ്റ് കാണാവുന്ന രൂപത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു കെമിസ്ട്രിയിൽ വരുന്നൊരു സെല്ലാണ് ഇത്, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് നമുക്കിവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഈ ഓരോ ബാറ്ററികൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ നോമിനൽ വോൾട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്ന രൂപത്തിലുള്ള ഡെമോസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ പല കാറ്റഗറി ഓഫ് സെല്ലുകൾ ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. അത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണെങ്കിൽ ലിഥിയം പോളിമർ എന്ന് പറയും. അതേപോലെ തന്നെ ലിഥിയം അയോൺ അഥവാ നിക്കൽ മാംഗനീസ് കൊബാൾട്ട് ഓക്സൈഡ് എന്ന് പറയുന്ന കെമിസ്ട്രിയിൽ വരുന്നത് ഇവിടെയുണ്ട്. അങ്ങനെ തുടങ്ങി ബാറ്ററീസിൻ്റെ പല ഡെമോസാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ ഒരു സെല്ലുകൾ തന്നെയാണ് പല വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഈ കാണുന്നത് ഒല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി പാക്കാണ്. ഇതിൽ ചെറിയ ചെറിയ സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള രൂപമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അതിൽ പോസിറ്റീവ്, ഇതൊരു ബസ് ബാറാണ്. ഈ ബസ് ബാറിലേക്ക് ചെറിയ ചെറിയ ഷോർട്ട് കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ആണ് ഈ ഒരു ബാറ്ററി പാക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ ചെറിയ ഓരോ സീരീസ് പാക്കിൽ നിന്ന് ഓരോ കണക്ഷൻസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇപ്പോൾ നമ്മൾ ഓലയിലുള്ള ബാറ്ററി പാക്ക് കണ്ടു. ഇനിയിപ്പോൾ നോർമലായിട്ട് നമുക്കൊരു ബാറ്ററി പാക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സെല്ലുകളാണ്. ഇതിൽ നല്ല സെല്ലുകൾ വേർതിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളൊരു സെല്ലാണ്. ഇതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഓലയിൽ കണ്ടതുപോലെയല്ല, ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അതിനും ചെറിയൊരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓലയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലൈന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ 2 വീലറിലുള്ള ബാറ്ററി പാക്ക് കണ്ടു. ഇനി നമുക്ക് 3 വീലറിലുള്ള ബാറ്ററി പാക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം.
ഇപ്പോൾ എല്ലാ ബാറ്ററീസും ജസ്റ്റ് ബാറ്ററി എന്നതിലുപരി അതിനെ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടുകളും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ തന്നെ മൗണ്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട രൂപത്തിലുള്ള സിലിണ്ട്രിക്കൽ സെല്ലല്ല, ഈ ഒരു സർക്യൂട്ടിൻ്റെ അടിയിലായിട്ട് പ്രിസ്മാറ്റിക് ടൈപ്പ് ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കെമിസ്ട്രിയിൽ വരുന്ന സെല്ലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് ഈ ബാറ്ററീൻ്റെ മെയിൻ റിലേ ആണ്, കോണ്ടാക്ടർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കണ്ട രൂപത്തിലുള്ള പല ബാറ്ററീസും വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെറിയ സെല്ല് മുതൽ നമ്മൾ ചർച്ച ചെയ്ത് വന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം 3 വീലറിൽ വരെ എത്തി. അങ്ങനെ ഓരോ വാഹനങ്ങളും ബേസിക്കലി സിമ്പിളാണെങ്കിലും ഓരോ വാഹനത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ ഇൻഡിവിജ്വലി പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് മാക്സിമം എല്ലാ ലൈൻ ത്രൂ ഉള്ള ചെക്കിങ്ങിലൂടെയൊക്കെ ഫോൾട്ട് ഡിറ്റക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്.